ജനുവരി 23 വിശുദ്ധ മരിയൻ കോപ്പ്. 1838 ജനുവരി 23 ജർമ്മനിയിലെ ഹെസ്സയിലെ ഡച്ചിയിലെ ഹെപ്പൻഹൈം പട്ടണത്തിലാണ് അവർ ജനിച്ചത്. അവൾ മരിയ അന്ന ബാർബറ കൂബ് മാമോദീസ സ്വീകരിച്ചു. യുണൈറ്റഡ് സ്റ്റേറ്റ്സിൽ വന്നപ്പോൾ കൂബ് കുടുംബം എളുപ്പമുള്ള ഉച്ചാരണത്തിനായി പേര് കോപ്പ് എന്ന് മാറ്റാൻ തീരുമാനിച്ചു. അമേരിക്കയിലെത്തിയ അവർ ന്യൂയോർക്കിലെ യൂട്ടിക്കയിൽ സ്ഥിരതാമസമാക്കുകയും സെൻറ് ജോസഫ് പള്ളിയിൽ ചേരുകയും ചെയ്തു. അവളുടെ അച്ഛൻ 1862 മരിച്ചു. കുറച്ചുകാലം ബാർബറ അവളുടെ കുടുംബത്തെ സഹായിക്കാൻ ജോലിക്ക് പോയി. കാലക്രമേണ അവൾ ന്യൂയോർക്കിലെ സിറാക്കൂസിലെ വിശുദ്ധ ഫ്രാൻസിസിൻ്റെ സിസ്റ്റേഴ്സിൽ പ്രവേശിച്ചു. ഒരു കന്യാസ്ത്രീയാകുമ്പോൾ അവൾ പേര് സ്വീകരിച്ചു മരിയാൻ. അവൾ ഒരു കത്തോലിക്ക സ്കൂളിൻ്റെ അധ്യാപികയും പ്രിൻസിപ്പലും ആയിത്തീർന്നു. കൂടാതെ 2 കത്തോലിക്ക ആശുപത്രികൾ തുറക്കുന്നതിനുള്ള നിർദ്ദേശവും ആസൂത്രണവും ചെയ്തു. 1883 സെൻറ് മരിയാൻ അവളുടെ കമ്മ്യൂണിറ്റിയുടെ തലവനായി. മദർ സുപ്പീരിയർ മരിയൻ കോപ്പ് എന്നറിയപ്പെട്ടു. കുഷ്ഠരോഗികൾക്കൊപ്പം ജോലി ചെയ്യാൻ ഹവായിയിലെ രാജാവ് കലകവയിൽ നിന്ന് ഒരു അപേക്ഷ സ്വീകരിച്ചു. 1883 നവംബർ 8 6 സഹോദരികൾക്കുമൊപ്പം അവൾ സിറാക്കൂസിൽ നിന്ന് ഹവായിലേക്ക് പുറപ്പെട്ടു. ഒരിക്കൽ ഹവായിയിൽ അവരും സഹോദരിമാരും ഒവാഹുവിലെ ഒരു ആശുപത്രി നടത്തി. അവിടെ കുഷ്ഠരോഗബാധിതർ ധാരാളമുണ്ടായിരുന്നു. ഏറ്റവും കഠിനമായ കുഷ്ഠരോഗികൾ മൊലോക്കായ് ദ്വീപിൽ നിന്നാണ് വന്നത്. അവൾ മൊലോക്കയിലെ സെയിൻറ് ഡാമിയനുമായി വളരെ അടുത്ത് പ്രവർത്തിച്ചു. പ്രായമാകുന്തോറും അവളുടെ ജോലിഭാരം കൂടി വരുന്നതായി തോന്നി. കുഷ്ഠരോഗികളായ സ്ത്രീകളുടെ അനാഥർക്കും കുഷ്ഠരോഗികളോടൊപ്പം ജോലി ചെയ്യുമ്പോൾ രോഗം പിടിപെട്ട പുരോഹിതന്മാർക്കും അവൾ താങ്ങായി. ഒടുവിൽ അവൾ വീൽചെയറിൽ ഒതുങ്ങി. എന്നിട്ടും ആ വീൽചെയറിൽ അവൾ അശ്രാന്ത പരിശ്രമം നടത്തി. 1918 ഓഗസ്റ്റ് 9 അമ്മ മരിയാനെ കോപ്പ് മരിച്ചു. അധികം വൈകാതെ അവളുടെ പ്രാർത്ഥനയുടെ ഫലമായി ആളുകൾ അത്ഭുതങ്ങൾ റിപ്പോർട്ട് ചെയ്തു. 2005 മെയ് 14 ബെനഡിക്ട് 14 മാർപ്പാപ്പ അവളെ അനുഗ്രഹീതയായി പ്രഖ്യാപിക്കുകയും ചെയ്തു.